الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ, ആരാധനകളിൽ ഒന്നാണ് പരിശുദ്ധമായ ഹജ്ജ്. ആ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്, പരിശുദ്ധമായ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നത്. അറഫയിൽ നിർത്തം. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അഥവാ ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു റുക്കനാണ് അറഫയിൽ നിൽക്കുക എന്നത്. ഹജ്ജിന്റെ പൂർത്തീകരണത്തിന് അത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറഫാ ദിവസവും വരാനിരിക്കുന്ന, നമ്മിലേക്ക് വരാനിരിക്കുന്ന ഒന്നാണത്. പരിശുദ്ധമായ അറഫാ ദിനവും ഹജ്ജ് ചെയ്യാത്ത ലോകത്തെ കോടാനുകോടി മുസ്ലിങ്ങളും തമ്മിൽ വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ ബന്ധമുണ്ട്. ഒരുപക്ഷെ ആളുകളുടെ അറഫ ചർച്ചകൾ മുഴുവനും ഹാജിമാരുമായി ബന്ധപ്പെട്ടാണ്. ഹാജിമാരല്ലാത്തവർക്ക് അറഫയുമായി ഒരു ബന്ധവുമില്ല എന്ന് വിചാരിക്കുന്ന മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്, വളരെ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ട്? ഹജ്ജിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും ഈ അറഫയുടെ ദിവസം വലിയ അനുഗ്രഹീതമായ ദിവസമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹാജിമാർ മക്കയിലെ അറഫയിൽ നിൽക്കുന്നതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ റുക്നായ അൽ ഹജ്ജു അറഫ എന്നത്. എന്നാൽ ഹജ്ജിന് പോകാൻ കഴിയാത്ത നമ്മളെപ്പോലെയുള്ള ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മുസ്ലിമീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹത്തായ ദിനത്തിന്റെ നിഅമത്തുകളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരിക്കലും വെട്ടിമാറ്റിയിട്ടില്ല, വിട്ടുനിർത്തിയിട്ടില്ല. എനിക്കും നിങ്ങൾക്കും ആ അറഫയിൽ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാത്തവർക്ക് അറഫ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ, ദുആ വർദ്ധിപ്പിക്കാൻ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ, അദ്കാറുകൾ വർദ്ധിപ്പിക്കാൻ, അതുപോലെ ഇബാദത്തുകളിൽ ജീവിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രോത്സാഹനം നൽകിയത്. നമുക്ക് അറഫയുമായി ബന്ധമുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ നോമ്പും ദുആയും മറ്റ് ഇബാദത്തുകളുമായി അതേ ആത്മീയമായ സന്തോഷത്തിൽ അവരും പങ്കുചേരുകയാണ്. ഒരു വിഭാഗം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ശരീരത്തോടെ അറഫയിൽ നിൽക്കുകയാണ്. മറ്റൊരു വിഭാഗം, അഥവാ ഞാനും നിങ്ങളുമാകുന്ന ലോകത്തെ കോടാനുകൂടി മുസ്ലിങ്ങളുടെ കൽബോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. ഒരു വിഭാഗം അറഫയിൽ ശരീരത്തോടുകൂടി നിൽക്കുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗം അറഫയിൽ അവിടെ കൽബോടുകൂടിയാണ് അള്ളാഹുവിലേക്ക് മടക്കുന്നത്. അതുകൊണ്ട് അറഫ ദിവസം ഹാജിമാർക്ക് മാത്രമുള്ള ദിവസമല്ല, മുഴുവൻ ഉമ്മത്തിന്റെ ദിവസമാണ്. അത് അള്ളാഹുവിന്റെ കിതാബിലേക്കും തിരുസുന്നത്തിലേക്കും കടന്നു വന്നാൽ നമുക്ക് ബോധ്യമാകും. അറഫയുടെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ മഹത്വത്തെ, ശ്രേഷ്ഠതകളെ, പ്രത്യേകതകളെ വിശദീകരിക്കുന്നിടത്ത്
അള്ളാഹുവിന്റെ കിതാബിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും ധാരാളക്കണക്കിന് വിവരണങ്ങൾ കാണാൻ സാധിക്കും. അതിലൊരു ഉദാഹരണമാണ് ഈ ഖുത്ബയുടെ തുടക്കത്തിൽ നമ്മൾ ഓതിവെച്ച 85 അധ്യായം സൂറത്ത് ബുറൂജിന്റെ 1, 2, 3 ആയത്തുകൾ. എന്താണ് ആയത്തിലുള്ളത്? വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദി വമശ്ഹൂദ്. വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യമെന്ന വാവുൽ ഖസം, സത്യം ചെയ്യാനുള്ള വാവ് കൊണ്ട് അല്ലാഹു തുടങ്ങുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യമെന്നാണ്. ഈ ആയത്തിലെ വശാഹിദിൻ വമശ്ഹൂദ് എന്നതിൽ മശ്ഹൂദ് എന്നത് അറഫ ദിവസത്തെ കുറിച്ചാണ് എന്ന് ആയത്തിന്റെ തഫ്സീറായി ലോകരുടെ നേതാവായ ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒരുപക്ഷെ എന്റെ മുന്നിലിരിക്കുന്ന അധികം ആളുകൾക്കും ഹിഫ്ളുള്ള ഒരു സൂറത്താണിത്, പലപ്പോഴും ഓതിപ്പോകാറുള്ള സൂറത്താണിത്. നമ്മളും അറഫയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് പ്രിയമുള്ളവരെ. മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ യൗമുൽ മൗഊദ്, അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമah. വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. വൽ യൗമുൽ മശ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ യൗമു അറഫ, യൗമു അറഫ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫയാണ്. വശാഹിദ്, വശാഹിദ്, സാക്ഷി എന്നത് യൗമുൽ ജുമുഅ, നമ്മളിപ്പോൾ ഇരിക്കുന്ന, കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന യൗമുൽ ജുമുഅയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ 3339 നമ്പറായി ഉദ്ധരിച്ചു. അല്ലാമത്തുൽ അൽബാനി റഹ്മഹുല്ലാഹ് ഹദീസ് ഹസൻ എന്ന ഹുക്മിൽ അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫജ്ർ, ആ ഫജ്റിന്റെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വശഫ്ഇ വൽ വത്ർ, വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. അവിടെയും അല്ലാഹു വാവുൽ ഖസമാണ്, സത്യം ചെയ്യാനുള്ള വാവ് ഉപയോഗിച്ചാണ് പറഞ്ഞത്. ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യമെന്ന ഈ ആയത്തിലെ ഒറ്റ എന്നത് അറഫ ദിവസത്തെ കുറിച്ചാണ് എന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അല്ലാമത്തു ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, അതുപോലെ മുഫസ്സിറുകളൊക്കെ അവിടെ തഫ്സീറിൽ അത് എടുത്തു കൊടുക്കുന്ന കാണാം. അശ്ശഫ്ഉ യൗമുൽ അദ്ഹ, ഇരട്ട എന്ന് പറഞ്ഞാൽ അത് ബലിപെരുന്നാൾ ദിവസമാണ്. വൽ വത്ർ, വൽ വത്ർ, ഒറ്റ എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അത് അറഫ ദിവസമാണെന്നാണ്. ഇത് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി ഇമാം അഹ്മദും ഇമാം നസായിയും ഒക്കെ അവിടെ ഹദീസ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പ്രതിപാദിക്കപ്പെട്ട വളരെ പവിത്രമായ ഒരു ദിവസമാണ് യൗമു അറഫ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറഫ എന്നൊക്കെ പറഞ്ഞാല് അതിങ്ങനെ വിദൂരമായ, നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെയോ കടന്നുപോയി, ആരൊക്കെയോ അവിടെ പങ്കെടുക്കുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ നമ്മളുമായി അതിനൊരു ബന്ധവുമില്ല എന്ന് ധരിച്ചു വെച്ചവരാണ് മുസ്ലിങ്ങളിൽ പലരും. നഊദുബില്ല. അതുകൊണ്ടാണ് അത് വളരെ ഗൗരവത്തോട് മനസ്സിലാക്കാനാണ് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, ആ 10 ദിവസങ്ങളിൽപ്പെട്ട ഒന്നാണ് അറഫ ദിനം, അഥവാ ദുൽഹിജ്ജ 9-നാണ് അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിന്റെ പ്രത്യേകത വിവിധങ്ങളായി വിവരിക്കുന്ന കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ വിഷയം, അറഫ ദിവസത്തിന്റെ പ്രത്യേകത പഠിപ്പിക്കുന്നിടത്ത് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ ദീനും ഈ ഉമ്മത്തിനുമേൽ ഉമ്മത്ത് മുഹമ്മദിന്റെ മേൽ പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദ അതിന്റെ 3-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് അല്ലാഹു പറയാണ്,
ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഏത്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇനി ഒന്നും കൂട്ടാനില്ല, ഒന്നും കുറയ്ക്കേണ്ടതില്ല. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെ മതമായി, അള്ളാഹു മതമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഞാൻ പറയാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം അല്ലാത്ത ഒന്ന് സ്വർഗത്തിന്റെ വഴികളിലേക്ക് നയിക്കൂല, നരകത്തിൽ രക്ഷപ്പെടുത്തൂല. ഇസ്ലാം അല്ലാത്ത ഒന്ന് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തൂല. വളരെ കൃത്യമാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് യഹൂദന്മാരിൽപ്പെട്ട ഒരാൾ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ലഹു യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫി കിതാബികും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്. ഏതായത്ത്? ഈ ആയത്താണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങൾ യഹൂദന്മാർക്കാണ് ഇറങ്ങിയതെങ്കിൽ ആ ഇറങ്ങിയ ദിവസത്തെ ഞങ്ങളൊരു ഈദ്, ആഘോഷ ദിവസമാക്കുമായിരുന്നു. മഹാനായ ഉമർ ഖത്താബ് ചോദിച്ചു, ഖാല അയ്യു ആയ, ഏതായത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്താണ്. ഖാല ഉമർ, ലോകരുടെ നേതാക്കളിൽ പ്രസിദ്ധനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفة يوم جمعة. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പറയാണ്, ആ സൂറത്ത് ഏത് ദിവസമാണ് ആയത്ത് ഇറങ്ങിയത് എന്നും എവിടെ വെച്ചാണ് അത് നബിക്ക് ഇറങ്ങിയത് എന്നും ഞങ്ങൾക്കറിയാം, സ്വഹാബികളായി ഞങ്ങൾക്കറിയാം. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ റസൂൽ അറഫയിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ഇറങ്ങിയത്. അല്ലാമ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ 45-ാമത്തെ നമ്പറായി ഉദ്ധരിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, സ്വഹാബത്തിന് പരിചയമുണ്ട് ഈ ദിവസം. ഏതാണ് ദിവസം? അള്ളാഹുവിന്റെ ദീന് പൂർത്തീകരിച്ച ദിവസം. അത് അറഫയുടെ ദിവസമാണ്. അള്ളാഹുവിന്റെ നിഅമത്ത് ഈ ഉമ്മത്തിന് മേൽ ചൊരിഞ്ഞ ദിവസം അത് യൗമു അറഫയാണ്. എന്നാൽ നമുക്കോ, പ്രിയമുള്ളവരെ, നമ്മളെവിടെയാ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കുമാറാകട്ടെ. എത്രത്തോളം വെച്ചാല് അറഫയുടെ പ്രത്യേകത പഠിപ്പിക്കുന്നത് കാണാം. അറഫ ദിവസം പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും ദിവസമാണ്. അന്നത്തെ ദിവസം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസവുമാണ്. നമ്മൾ പറയില്ലേ ചിലപ്പോക്കെ, ദുനിയാവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു ദുർഭരണം ഉണ്ടായാൽ, മോശമായ സാമൂഹിക കർമ്മങ്ങൾ ഉണ്ടായാൽ, ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സാമ്പത്തികമോ ശാരീരികമോ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായാൽ, അള്ളാഹുവേ ഈ ഒരു പ്രയാസത്തിൽ നിന്നാണ് ഒരു ഗതിയുണ്ടാവുക എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? ശരിക്കും ആലോചിച്ച് നിങ്ങൾ 60, 70, 80 മാക്സിമം പോയാൽ വളരെ നൈമിഷികമായ ഒരു ലോകത്തെ പ്രയാസത്തിൽ ഒരാശ്വാസം തേടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ രക്ഷ സ്വർഗത്തിലേക്കുള്ള മോചനമാണ്, നരകത്തിൽ നിന്നുള്ള പ്രവേശനമാണ്. ആ ദിവസമാണ് അറഫ. ബന്ധമുണ്ടോ പ്രിയമുള്ളവരെ? ഉണ്ട്, നമുക്ക് ബന്ധമുണ്ട് ആ ദിവസവുമായി. നോക്കൂ, മഹദി ആയിഷ, നമ്മളെ ഉമ്മ ആയിഷ ബി പറയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു, മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറെ ഇടയുള്ള ഒരു ദിവസം അറഫ ദിവസത്തെക്കാൾ മറ്റൊന്നുമില്ല. അറഫ എന്ന് പറഞ്ഞാൽ അത് നരകമോചനത്തിന്റെ ദിവസമാണ്. നാട്ടിലുള്ളവരെ ഹാജിമാർക്ക് മാത്രമുള്ളതല്ല, അത് നരകമോചനത്തിന്റെ ദിവസമാണ്. വഇന്നഹു ലയദ്നു ثم يباهي بهم الملائكة فيقول ما أراد هؤلاء. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് അവരോടടുക്കുകയും, അഥവാ അല്ലാഹു തആല സമാഉ ദുനിയയിലേക്ക് വരും. അറഫയുടെ ദിവസം അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിൽ അവൻ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവരോടടുക്കുകയും മലായിക്കത്തുകളോട് ഈ അറഫയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും ചെയ്യും.
പ്രിയമുള്ളവരെ, അറഫയിലുള്ളവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അറഫയിലേക്ക് പോയവരുടെ ബന്ധുമിത്രാദികൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും അഹ്ലുസുന്നയും ആഗ്രഹിക്കുന്നത് എന്താണ്? അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ സ്വർഗമാണ്, അല്ലാഹുവിന്റെ നരകമോചനമാണ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ്, നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ലിഖാണ്. ആ ആഗ്രഹിക്കുന്നത് മുഴുവൻ അവർക്ക് ലഭിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച ഹദീസിന്റെ ശറഹ് വിശാലാണ്. അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പൊതുവായ വിഷയമാണ്. കൂടാതെ അറഫയിൽ സംഗമിക്കുന്നവരെ കുറിച്ച് അല്ലാഹു മലക്കുകളുടെ അഭിമാനം കൊടുക്കുന്നു. ഈ ഹദീസിനോട് ചേർന്ന് വരുന്ന മറ്റൊരു റിപ്പോർട്ടിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ് അല്ലാമത്തുൽ അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിഅൽ 1868 നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അറഫയിൽ സംഗമിക്കുന്നവരെ കുറിച്ച് അല്ലാഹു മലക്കുകളുടെ അഭിമാനം കൊള്ളും. ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു അശിയതൻ അറഫത ബിഅഹ്ലി അറഫ ഫയഖൂൽ ഉൻദുറൂ ഇലാ ഇബാദി അതൗനി ശുഅസൻ ഉബറ. അറഫയിൽ സമ്മേളിച്ചവരെ കുറിച്ച് അല്ലാഹു വൈകുന്നേരം, അറഫയുടെ വൈകുന്നേരം അഭിമാനത്തോടെ മലക്കുകളോട് പറയും, പൊടിപുരണ്ട ശരീരവും ജടപിടിച്ച തലയുമായി എന്റെ അടിയാന്മാർ എനിക്ക് വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊണ്ട് അല്ലാഹു നാദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് ആ വിളിക്കുത്തരം നൽകിയിട്ട് അവർ വന്നതാണ്. പ്രിയമുള്ളവരെ, അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരെ അല്ലാഹു പ്രശംസിച്ച് പറയുകയും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതവർക്ക് നൽകപ്പെടുകയും ചെയ്യുമെന്നാണ്. അത്രത്തോളം മഹത്വമുണ്ട് എന്നാണ്. പ്രിയമുള്ളവർ, നമുക്ക് വേണ്ടേ? നമുക്ക് വേണ്ടതുണ്ട്. എത്രത്തോളം അറിയോ? എല്ലാറ്റിലുമുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരം ലഭിക്കുന്ന ദിവസമാണെന്നാണ്. ഇജാബത്തുണ്ട് ദുആഇനെന്നുള്ളതാണ്. അംർ ഇബ്നു ശുഐബ് عن أبيه عن جده أن النبي صلى الله عليه وسلم قال خير الدعاء دعاء يوم عرفة خير الدعاء دعاء يوم عرفة നബി പറയാണ്, ഏറ്റവും നല്ല ദുആ അത് അറഫ ദിവസത്തിലെ ദുആയാണ്. ഇമാം തുർമുദി 3585 നമ്പർ ഉദ്ധരിച്ച ഹദീസ്. മാത്രമല്ല, കാന അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ അറഫ. അറഫയുടെ ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു ഇത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇമാം അൽബാനി റഹ്മഹുല്ലാഹി അടക്കം എല്ലാവരും ഉദ്ധരിച്ചതാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച സ്വഹീഹ് ഹദീസാണ്. ഈ ഹദീസിനെ വിവരിക്കുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, അത്ഭുതമാണ്. ഹാദാ അഫ്ളലു അയ്യാമി സനതി ലിദ്ദുആ. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വർഷത്തിലെ ഒരു ദിവസമാണ്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വർഷത്തിലൊരു ദിവസം. ഫയംബഗി അൻ യുക്തിറ ഫീഹി മിനദ്ദിക്രി വദ്ദുആഇ വഖിറാഅത്തിൽ ഖുർആൻ. അതിനാൽ ദിക്റിനും ദുആഇനും വിശുദ്ധ ഖുർആൻ പാരായണത്തിനുമായി നിങ്ങൾ പരിശ്രമിക്കണം. وأن يدعو لنفسه ولوالديه وأقاربه ومشايخه ولجميع المسلمين. എത്രത്തോളം സ്വന്തത്തിനും അവനവന്റെ മാതാപിതാക്കൾക്കും അവനവരുടെ ബന്ധുമിത്രാദികൾക്കും ഗുരുനാഥന്മാർക്കും മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അറഫ ദിവസത്തെ ദുആ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നത് പൊതുവായി എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്ന് അഹ്ലുസുന്ന വിശദീകരിക്കാൻ പറ്റും. ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും സ്വഹീഹായ റിപ്പോർട്ട്, അല്ലെങ്കിൽ ആ രണ്ടഭിപ്രായങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അത് ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങൾക്കും ബാധകമാണെന്നാണ്. പക്ഷേ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് അതിന്റെ പരിപൂർണ മഹത്വവും പ്രത്യേക സ്ഥാനവും കൂടുതലായിരിക്കുമെന്ന് മാത്രമാണ്. അപ്പൊ അന്നത്തെ ദിവസം അത് ഹാജിമാർക്കുള്ളതല്ലേ എന്ന് കരുതി ദുനിയാവിന്റെ ശോലുകളിൽ അങ്ങനെ അന്തവിട്ട് പോണതിനു പകരം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ മുഴുവൻ മുഴുകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എത്രത്തോളം അറിയോ? അറഫയുടെ ദിവസത്തെക്കുറിച്ച് നബി പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനമാണ്. ഈ അറഫയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന നിരവധി വചനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. അഥവാ മുസ്ലിങ്ങളുടെ പെരുന്നാളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമുത് തശ്രീഖ് ഈദുനാ
അഹ്ലൽ ഇസ്ലാമി വഹിയ അയ്യാമു അക്ലിൻ വശുർബിൻ. അറഫ ദിവസവും ബലി പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖിന്റെ ദിവസവും നമ്മൾ മുസ്ലിമീങ്ങളുടെ പെരുന്നാളാണ്. അവ തിന്നുവാനും കുടിക്കാനുള്ള ദിവസമാണെന്നാണ്. എന്നാൽ ഇതിന് ചെറിയൊരു ലഹള. എന്താണ്? ഹാജിമാരല്ലാത്തവർക്ക് അറഫയുടെ ദിവസം നോമ്പെടുക്കലാണ് ഏറ്റവും അഫ്ളൽ. പ്രത്യേകമായിട്ട് പഠിക്കേണ്ട കാര്യം. ഇതിന്റെ അർത്ഥം വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മുടെ ഇബാദത്തിൽ ജാഗ്രത കാണിക്കണം. ഒരിക്കലും ചെയ്യരുത് അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. എത്രത്തോളം അറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സ ആദം സന്തതികളോട് അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ ഷഹീദിന എന്ന കരാറ് വാങ്ങിയത് ഈ ദിവസത്തിലാണ്, യൗമ അറഫയിലാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട് പാഠങ്ങൾ പഠിക്കുന്നിടത്ത്, തൗഹീദിന്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി തൊട്ട് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ 2455 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അഖദൽ മീസാഖ മിൻ ളഹരി ആദമ ബിനഅമാന യഅനി അറഫ വഅഖറജ മിൻ സുൽബിഹി കുല്ല ദുർരിയത്തിൻ ദറഅഹാ ഫനഥറഹും ബൈന യദൈഹി കദ്ദർജി ثم كلمهم قبلا. ആദമിന്റെ മുതുകിൽ നിന്നും നുഅമാനിൽ വെച്ച് അഥവാ അറഫയിൽ വെച്ച് അള്ളാഹു ഒരു കരാറെടുത്തു. അദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് മുഴുവൻ സന്തതികളെയും തന്റെ മുന്നിൽ നിരത്തി, കണങ്ങളെപ്പോലെ നിരത്തിയിട്ട് അള്ളാഹു അവരെ അഭിസംബോധന ചെയ്തിട്ട് അവൻ സംസാരിച്ചു. അഥവാ ഒരു ഇടനിലക്കാരില്ലാതെ ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ റൂഹാനികളുടെ ലോകത്ത് സൃഷ്ടിച്ചിട്ട് അള്ളാഹ് ചോദിക്കുന്നു, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്നാണ്. അതാണ് അള്ളാഹുവിന്റെ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫ് 172, 173 ആയത്തിന്റെ തഫ്സീറായി ഈ ഹദീസുകൾ ഇമാമികൾ എടുത്തു കൊടുക്കുന്നതാണ് പറ്റും. അഥവാ മനുഷ്യരെ കൊണ്ട് അള്ളാഹു തആല സമ്മതിപ്പിച്ച കാര്യമാണെന്ത്? ഞാനല്ലയോ അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്. ഖാലു ബലാ ഷഹീദിന, അതെ നീയാണ് ഞങ്ങളുടെ റബ്ബ്. ഇന്ന് ജാറത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരും കുരിശു വരക്കുന്നവരും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വീഴുന്നവരുമായ ഏതൊക്കെ മനുഷ്യരുണ്ടോ, മനുഷ്യരോട് മുഴുവനും അള്ളാഹു സമ്മതിപ്പിച്ചതാണ്, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്നവർ സമ്മതിച്ചു. പക്ഷേ ദുനിയാവിലെത്തിയപ്പോൾ അവരതിൽ നിന്ന് മാറിപ്പോയി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ആ ദിവസവും യൗമു അറഫയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ അറഫക്കുണ്ട്. ഒരു കാര്യത്തിന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുന്നത്, സാധാരണഗതിയില് അറഫ ദിവസത്തെ കുറിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എന്റെ മുന്നിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് ആ അറഫക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ വിപ്ലവമായ ഒരു വല്ലാത്ത വാക്കുണ്ട്. ആ വാക്കിനെയാണ് അല്ലേ, ഇന്നത്തെ ദിവസം പോലെ, ഈ മാസം പോലെ, പരിശുദ്ധ ഹജ്ജ് കർമ്മം പോലെ, ഈ പരിശുദ്ധ മക്ക പോലെ മുസ്ലിമിന്റെ ജീവനും സ്വത്തുമൊക്കെ അഭിമാനമൊക്കെ അതിനൊക്കെ പവിത്രതയുണ്ട്, അല്ലെങ്കിൽ അതിലേറെ പവിത്രതയുണ്ട് എന്ന് പഠിപ്പിച്ചൊരു വചനവും ആ വചനത്തോടനുബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഖുത്ബയിലെ ചില വരികളുമൊക്കെയാണ് കൂടുതൽ നമ്മളെ ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടം. പക്ഷെ പലപ്പോഴും അത്തരം ഇഷ്ടത്തിനപ്പുറത്തേക്ക് പ്രിയമുള്ളവരെ അറഫയുമായി നമുക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അറഫ കൊണ്ട് ലഭിക്കുന്ന എന്തെല്ലാം ഖൈറുകളുണ്ടോ അത് മുഴുവനും നേടിയെടുക്കുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. പ്രിയമുള്ളവരെ, ഈ അറഫയുടെ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത അല്ലതി ഖബലഹു വസ്സനത അല്ലതി ബഅദഹു. അറഫ ദിവസത്തിലെ നോമ്പിന്റെ പ്രതിഫലമായി
കഴിഞ്ഞ ഒരു വർഷത്തെ തിന്മകളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ തിന്മകളും അഥവാ സഗായിറുൽ ദുനൂബ്, ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഥവാ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഏത്? ചെറിയ പാപങ്ങൾ. വൻപാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ്, ചെറുപാപങ്ങളെ കുറിച്ചാണ്. വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബല. എന്നാൽ ആശൂറ ദിവസത്തിലെ നോമ്പിന് പ്രതിഫലമായി കഴിഞ്ഞ ഒരു വർഷത്തെ തിന്മകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തറിയോ? വയുസ്തഫാദു മിൻ ഹാദൽ ഹദീസി അന്ന സൗമ അറഫ അഫ്ളലു മിൻ സൗമി ആശൂറ. ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത് അറഫ നോമ്പ് ആശൂറ നോമ്പിനേക്കാൾ മഹത്തരമാണെന്നാണ്. വൽഹിക്മതു ഫീ ദാലിക അന്ന ആശൂറ യുൻസബു ഇലാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ആശൂറ നോമ്പ് മൂസാ നബിയിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയപ്പെടാറുള്ളത്. അതുപോലെ വഅറഫതു യുൻസബു ഇലൻ നബിയ്യി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അറഫ നോമ്പ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കും ചേർത്തപ്പെട്ടത് കൊണ്ടാണ് എന്നതാണ്. അതാണ് ആ പ്രത്യേകത. ഒന്ന് മൂസയിലേക്ക് ചേർത്തതാണ്, മറ്റൊന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേർത്തതായത് കൊണ്ടാണ്. ഫലിദാലിക കാന സൗമു അറഫ അഫ്ളൽ. അതുകൊണ്ടാണ് അറഫ നോമ്പ് കൂടുതൽ മഹത്തരമായത് എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഹദീസിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറഫ ദിവസത്തിലെ നോമ്പ് കൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. അതിനെ വിശദീകരിക്കുന്നിടത്ത് ഇന്ന് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ലോകത്ത് ഇമാമു അഹ്ലുസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്. അമ്മ തക്ഫീറു ദുനൂബി സനത്തിൻ മാളിയ ഫഹുവ വാളിഹുൻ ലിഅന്നഹാ ദുനൂബുൻ വഖഅത് വഹസലത് വഅമ്മ തക്ഫീറു ദുനൂബി സനത്തിൽ മുസ്തഖബല ഫഖദ് യുഷ്കിലു ലിഅന്നഹാ ദുനൂബുൻ ലം തഖഅ ബഅദു ഫകൈഫ തുകഫിർ. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നത് വ്യക്തമാണ്. കാരണം അത് നിലവിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ വരാനിരിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതോ സംഭവിക്കാത്ത പാപങ്ങളെ കുറിച്ചായതുകൊണ്ട് ആ കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായേക്കാം. ശരിക്കും സാധാരണ കേരളത്തിൽ ചില പുരോഗമനം പറയുന്ന ഹദീസുകളെ പുച്ഛിക്കുന്ന ചില ആളുകൾക്ക് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ കാണാറുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാണ്, ചില അവ്യക്തത തോന്നിയേക്കും. എങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പാപങ്ങൾ പൊറുക്കപ്പെടാം? അദ്ദേഹം ഉത്തരം പറഞ്ഞു, വഖദ് ദക്കറൽ ഉലമാഉ അന്നൽ മുറാദ ബിതക്ഫീരി ദുനൂബി സനത്തിൽ മുസ്തഖ്ബല അന്നഹു യുവഫിഖു ഫി സനത്തിൽ മുസ്തഖ്ബലത്തി ലിജ്തിനാബി ദുനൂബ് ഔ ഇദാ വഖഅ മിൻഹു ദൻബുൻ വഫിഖ ലിത്തൗബതി മിൻഹു ഫഹാദാ മഅനാ തക്ഫീരി ദുനൂബി സനത്തിൽ മുസ്തഖ്ബല. അല്ലാഹു അക്ബർ. അദ്ദേഹം പറയാണ്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിമ്പറിൽ നിൽക്കുന്ന എന്നെ പോലത്തെ ആൾക്കാരെ കുറിച്ചല്ല, ശരിക്കും നിങ്ങൾ പഠിക്കണം. അഹ്ലുസുന്നയുടെ ഉലമാ എന്ന് പറഞ്ഞാൽ കിബാറുകളായ ഉദൂലുകളായ റബ്ബാനികളായ പണ്ഡിതന്മാരാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിലെ തൊപ്പിയും തലപ്പാവൊക്കെ കിടക്കുന്ന കുറെ വേഷധാരികളെ കുറിച്ചല്ല ഉലമാ എന്ന് പറയാം. ഈ ഷെയ്ഖ് ഫൗസാനൊക്കെ പോലുള്ള വലിയ ആളുകളല്ല, അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ കിബാറുകളായ സഹാബികൾ, താബികൾ, തബൂ താബികൾ, അഇമ്മത്തുകൾ, സുഫിയാൻ തൗരി, ഇമാം ലൈസ്, ഔസാഇ, എങ്ങനെ ആർക്കും തർക്കമില്ലാത്ത ഇമാമിങ്ങളെ കുറിച്ച് പറയാം. അവർ പറഞ്ഞ വാക്കെന്തറിയോ? വരാനിരിക്കുന്ന പാപങ്ങൾ പൊറുക്കപ്പെടുന്നാൽ ഒന്നുമില്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു വർഷം അയാൾക്ക് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് കിട്ടും. അൽഹംദുലില്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു കൊല്ലം തിന്മ ചെയ്യാതിരിക്കുക എന്നാണ് എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന്. അല്ലെങ്കിൽ വല്ല പാപങ്ങളും അയാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഒരു പക്ഷെ വന്നേക്കാം. അങ്ങനെ വന്നാൽ തന്നെ തൗബ ചെയ്യാനുള്ള അവസരം ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഇത് വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാഹ്. ഇതല്ലേ നമ്മൾ പറഞ്ഞത് അല്ലാഹുമ്മ അത്തഹിയാത്തിൽ, അല്ലേ? അത്തഹിയാത്തിൽ പറയണില്ലേ? അത്തഹിയാത്തിൽ പറയേണ്ടവരുടെ ഒരു അവസാനത്തിൽ പ്രാർത്ഥനയില്ല. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് എന്ത്? വരാനിരിക്കുന്നു, കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഒക്കെ ആയ പാപങ്ങൾ പുറത്തരണേ നമ്മൾ ദിവസം പ്രാർത്ഥിക്കുന്ന അത്തഹിയാത്തിൽ. അതേ ആശയം തന്നെയാണിത്. ഇതൊരു വ്യക്തിയുടെ അഭിപ്രായമല്ല, ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല. ഹദീസിന്റെ നസ്സുകളെ അല്ലെങ്കിൽ നുസൂസുകളെ, കിതാബിന്റെയും സുന്നത്തിന്റെയും ആശയങ്ങളെ ഇമാമുകൾ വിശദീകരിച്ചതാണ്.
എത്ര വലിയ ഭാഗ്യ. ഒന്നില്ലെങ്കിൽ തിന്മ ചെയ്യാതിരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും, അല്ലെങ്കിൽ വല്ല തിന്മയും ചെയ്താലോ ആ തിന്മയിൽ തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു കാലഘട്ടം വരുന്ന ഖിയാമത്തിനാണ്. ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷയം എന്താ വെച്ചാല് പൊടുന്നനെ പെട്ടെന്നുള്ള മരണങ്ങൾ വ്യാപകമാകുന്നതാണ്. ഈ പെട്ടെന്നുള്ള മരണം ഉണ്ടായ എന്താ പ്രശ്നം അറിയോ? ഒരു പക്ഷേ തൗബ ചെയ്യാനുള്ള അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലാഹുൽ മുസ്ലിം, അല്ലാഹു തആല കാക്കട്ടെ. അതുകൊണ്ട് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ അടിമക്ക് മധു നുകരാൻ, അസൽ തേൻ കുടിക്കാനുള്ള അവസരം കൊടുക്കുന്ന. എന്താ? ഒരു നന്മയിലായിരിക്കേ മരണമടയാനുള്ള തൗഫീഖ് അള്ളാഹു അയാൾക്ക് നൽകുന്നതാണ്. അല്ലാഹു അക്ബർ കബീറ. എത്ര ഹൃദ്യമായ വാക്കാണ്. അതാണ് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതിന്റെ അർത്ഥം. അപ്പൊ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ചെറുപാപങ്ങൾക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ്. പലിശ പോലെ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് പോലെ, ആളുകളെ കുറിച്ച് ഗീബത്ത്, നമീമത്ത് അടക്കമുള്ള ഒരുപാട് കബായിറുകൾ, അതിനൊക്കെ തൗബ അനിവാര്യമാണ്. വല്ലാഹു തആല അഅലം. ശരി പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈ ഒരു ദിവസങ്ങളെ വിശിഷ്യ ഈ ഹജ്ജിന്റെ ആദ്യത്തെ ദിവസങ്ങൾ, പ്രത്യേകിച്ച് അയ്യാമത്തെ ശരിക്ക് അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സൽക്കർമ്മങ്ങൾ നിലനിർത്തുക, ഒരല്പം കൂടി വർദ്ധിപ്പിക്കാനായാൽ അൽഹംദുലില്ലാഹ് അത്രയും നല്ലത്. ഒരു നിലക്കും ഒരു നിമിഷം പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ, പാഴാക്കാതെ, ഓരോ നിമിഷവും അള്ളാന്റെ ദീനിലേക്ക് കൂടുതലെടുത്ത്, അള്ളാഹുവിലേക്ക് കൂടുതലെടുത്ത്, കൂടുതൽ തൗബയിലും ഇസ്തിഗ്ഫാറിലും ഹസനാത്തുൽ മാഹിയ ദുഷ്കർമ്മങ്ങളെ നീക്കുന്ന സൽക്കർമ്മങ്ങളിലുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ പാപമോചനവും അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പരിഗണനയും റഹ്മത്തും ബറക്കത്തും നിഅമത്തും ലഭിക്കുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എവിടെ മരിച്ചാൽ ഈമാനോടുകൂടി കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.